തിരുവനന്തപുരം ജില്ലയിൽ കല്ലയം പള്ളിമുക്ക് ജംഗ്ഷനിൽ നിർമ്മാലയം ഓഡിറ്റോറിയത്തിനടുത്തായിട്ട് ഗേറ്റഡ് ഒരു വില്ല കോളനിക്കകത്ത് 5 സെൻറ്റ് 2800 സ്ക്വയർ ഫീറ്റ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയേഴ്സൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന 4 BHK വീട് വിൽപ്പനയ്ക്ക്. നമ്മൾ വളരെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ വളരെ ബ്രില്യൻ്റ്ലി അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എലഗൻ്റ്ലി വെച്ചിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റാണിത്. ഓൾമോസ്റ്റ് 20ഓളം വില്ലകളുള്ള ഒരു വില്ല പ്രോജക്റ്റിനകത്തുള്ള ഒരു വില്ലയാണിത്. ആക്ച്വലി 2800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇൻറ്റീരിയർ വർക്ക്സൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ക്വാളിറ്റി ഓറിയൻറ്റഡ് മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണിത്. നമ്മുടെ വഴയില ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു 4 കിലോമീറ്ററും മണ്ണന്തല ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു 4.5 കിലോമീറ്റർ മാത്രമാണ്. ഇനി നമ്മൾ സെൻറ്റ് തോമസ് സ്കൂൾ മുക്കോലയ്ക്കൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഹാർഡ്ലി ഒരു 2.5 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളി, കാരണം എല്ലാം തന്നെയും വളരെ ഓൺ യൂസിന് വച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഓണേഴ്സ് വിദേശത്ത് സെറ്റിൽ ആകുന്ന റീസൺ കൊണ്ട് മാത്രമാണ് ഇത് വിൽക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊന്ന് കണക്ട് ചെയ്യാം. ഇതൊരു ഹോളാണ്. നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഹോള് വച്ചിരിക്കുന്നത്. എത്ര ഇൻറ്റീരിയേഴ്സ് ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇത് താഴെ നമുക്ക് ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് ഇതിനകത്ത്. നെക്സ്റ്റ് ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. കിച്ചൺ നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുള്ളി നമ്മൾ കിച്ചൺ മെറ്റീരിയൽസ് എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളി വച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് ഇത്രയും കിച്ചൺ മെറ്റീരിയൽസ് ഇതിനകത്തുണ്ട്. ഇതിനകത്തൊരു ഫ്രിഡ്ജ് നമുക്കുണ്ട്, ആക്ച്വലി ഡിഷ് വാഷറുണ്ട്. സോ എവ്രിതിങ് ഇതുണ്ട്. ഫേബറിൻ്റെ നമ്മുടെ കിച്ചൺ മെറ്റീരിയൽസാണ് വച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആക്ച്വലി ഇത് മുകളിലത്തെ റൂമിലെ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ്. ഇതൊരു ഹോളാണ്. നമ്മളിത് നോക്കുവാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ബുക്സ് വയ്ക്കാനുള്ള ഷെൽഫും അവരുടെ ഒരു സ്റ്റഡിങ് ഏരിയ ആയിട്ട് നമുക്കിതിന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അടുത്ത ബെഡ്റൂമാണിത്. സെക്കൻഡ് ബെഡ്റൂമാണ്. സെക്കൻഡ് ബെഡ്റൂമിൽ അത്യാവശ്യം ആവശ്യമുള്ള അമ്യൂണിറ്റീസ് വാർഡ്രോബ്സ് എല്ലാം തന്നെ നമുക്കിതിനകത്തുണ്ട്. നമുക്കിവിടെ ആണെങ്കിൽ നമുക്ക് സാധനങ്ങൾ വയ്ക്കാനും അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഉണ്ട്. നെക്സ്റ്റ് ഈ ഹാളിൽ നിന്ന് നമുക്ക് വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതൊരു തേർഡ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ മൊത്തം ടോട്ടലി നമുക്ക് മുകളിൽ വരുന്നത് 3 ബെഡ്റൂംസാണ്. ഇവിടെ നമുക്കൊരു വാർഡ്രോബ്സ് ഉണ്ട്, അതുപോലെ തന്നെ കബോർഡ്സ് എല്ലാം തന്നെയും ചെയ്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ബാൽക്കണി പോർഷനാണ്. ഇവിടെ നോക്കിയാൽ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചുറ്റും മൊത്തം കാണാം. ഈ ബാൽക്കണി നമ്മൾ നേരെ നമുക്ക് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിൽ നേരെ നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നമ്മുടെ ഈ ബെഡ്റൂമിൽ നമുക്ക് ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ആണ്. കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. നമുക്കിവിടെ നോക്കിയാൽ കാണാം. നമ്മൾ കബോർഡ്സ് എവ്രിതിങ് നമുക്ക് ആകെ വേണ്ടത് നമുക്ക് കോട്ട്സും ബാക്കി കാര്യങ്ങളും മാത്രമാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണി പോർഷനാണിത്. ബാൽക്കണി നോക്കിയാൽ നമുക്ക് ഈ കല്ലയം ഏരിയ മുഴുവനായിട്ട് നമുക്ക് കാണാം. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് വൈകുന്നേരമൊക്കെ നമ്മൾ നന്നായിട്ട് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ് ബാൽക്കണി. ബാൽക്കണി നമ്മൾ നേരെ കയറുന്നത് ബെഡ്റൂമിലേക്കാണ്. സോ അത്രയും ബ്യൂട്ടിഫുള്ളി ഇലഗൻ്റ്ലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു വില്ലയാണിത്.